നമസ്കാരം ഇന്ത്യ. ഇക്കാലത്ത് നമ്മളെല്ലാം സെൽഫി എടുക്കാറുണ്ട്. എല്ലാ സെൽഫികളിലും ഒരു കാര്യം കോമൺ ആണ്, നമ്മുടെ ഈ ദിവസത്തെ ഫോട്ടോ. പക്ഷെ ലോകത്തുള്ള അപൂർവം ചില ആളുകൾ നമ്മുടെ എല്ലാം ഭാവിയിലെ ഫോട്ടോ എടുക്കുകയാണ്. അതെ, ഒരു സുന്ദരമായ ഭാവി കാലത്തെ പറ്റി അവർ സ്വപ്നം കാണുന്നു. ഒപ്പം ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാനുള്ള പരിശ്രമവും നടത്തുന്നു. അങ്ങനെയുള്ള റിയൽ ലൈഫ് ഹീറോസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഐഡിയ ബാസ്. ഇന്ത്യയുടെ സ്വന്തം സ്റ്റാർട്ടപ്പ് വേദിയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇവിടെ എല്ലാ ഐഡിയകൾക്കും വലിയ ബിസിനസ്സായി മാറാനുള്ള അവസരം കിട്ടുന്നു. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഐഡിയ ബാസ്. ഐഡിയ നിങ്ങളുടേത്, പണം ഞങ്ങളുടേത്. സ്റ്റാർട്ടപ്പ് ബാങ്കിംഗ് പാർട്ണർ IDFC ഫസ്റ്റ് ബാങ്ക്. പ്ലീസ് വെൽക്കം അവർ ഇൻവെസ്റ്റിംഗ് ടൈറ്റൻസ്. ലിബർട്ടി ഷൂസിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അനുപം ബൻസൽ. ദ സ്ലീപ്പ് കമ്പനിയുടെ ഡൈനാമിക് ഫൗണ്ടർ പ്രിയങ്ക സലോട്ട്. VC ഫ്രം വാഷിംഗ്ടൺ DC സന്ദേശ് ശാരദ. നമ്മളൊക്കെ ദിവസവും ട്രാഫിക്കിൽ കുടുങ്ങാറുണ്ട്, പൊല്യൂഷൻ കൊണ്ട് ബുദ്ധിമുട്ടുന്നുമുണ്ട്. റോഡിൽ നമ്മൾ സേഫ് ആയിട്ടിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാറുമുണ്ട്. പക്ഷെ ഇന്ന് ഇവിടെ വരാൻ പോകുന്ന വ്യക്തി ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു സയന്റിഫിക്കായ പരിഹാരവുമായിട്ടാണ് വരുന്നത്. ആ മഹത്തായ വിഷണറിയിലൂടെ നമ്മുടെ രാജ്യത്തെ റോഡുകൾക്ക് പുതിയ രൂപം നൽകുന്നു. അദ്ദേഹത്തിന്റെ നാഷണൽ മൊബിലിറ്റി പ്ലാറ്റ്ഫോം റോഡ് അപകടങ്ങൾ 50% കുറയ്ക്കണമെന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുകയാണ്. ഇന്ന് റോഡ് ട്രാൻസ്പോർട്ടിന്റെ ഭാവി കാലത്തെ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷണറിയെ നമുക്ക് സ്വാഗതം ചെയ്യാം. IIT മദ്രാസിൽ നിന്നുള്ള നമ്മുടെ മാസ്റ്റർ മെന്റർ പ്രൊഫസർ ഗീതാ കൃഷ്ണൻ രാമദുരൈ. പ്രൊഫസർ ഗീതാ കൃഷ്ണൻ, ഞങ്ങൾ വളരെ ഭാഗ്യശാലികളാണ്. കാരണം IIT മദ്രാസ് ഞങ്ങളുടെ നോളജ് പാർട്ണറാണ്. ഒപ്പം നിങ്ങളെപ്പോലെയുള്ള വലിയ വലിയ ആളുകൾ ഒരുപാട് പേരെ മെന്റർ ചെയ്യുന്നുണ്ട്. ഇന്ന് ഞങ്ങളുടെ വേദിയിലേക്ക് വന്ന് ഞങ്ങളുടെ ഐഡിയ ബസിനെ മെന്റർ ചെയ്യാൻ പോവുകയാണ്. എനിക്കും ഇവിടെ വന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇറ്റ്സ് എ ഗ്രേറ്റ് ഹോണർ. ഇവിടെ യങ്സ്റ്റേഴ്സ് വളരെ നല്ല ഐഡിയാസുമായി വരുന്നത് നല്ല കാര്യമാണ്. ഇവിടെ ബിസിനസ്സും നോളജും ഒന്നിച്ചാണ് മുന്നോട്ട് പോകുന്നത്. ഹാപ്പി ടു ബി ഹിയർ. താങ്ക് യു സർ. താങ്കൾ ഒരു നാഷണൽ മൊബിലിറ്റി പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനെപ്പറ്റി 2 വാക്ക് പറയൂ. തീർച്ചയായും. അതായത് ട്രാൻസ്പോർട്ടേഷൻ ആണ് ഒരു രാജ്യത്തിന്റെ നട്ടൽ എന്ന് പറയുന്നത്. ഇന്ത്യയിലും അങ്ങനെ തന്നെ അല്ലേ? സോ ഇവിടെ ട്രാൻസ്പോർട്ടേഷൻ സേഫും സസ്റ്റൈനബിളും ആയിരിക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ രാജ്യത്ത് മൊബിലിറ്റി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ. സോ ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എമിഷൻസ് റെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നെറ്റ് സീറോ ട്രാൻസ്പോർട്ട് ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. അതേസമയം തന്നെ ട്രാൻസ്പോർട്ടേഷന്റെ സേഫ്റ്റിയും ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. ആ ഫോക്കസോടെ ഞങ്ങൾ ഡെവലപ്പ് ചെയ്തതാണ് സംതിങ് കോൾഡ് ആസ് എ മൊബിലിറ്റി ആൻഡ് ഇന്റലിജന്റ് ട്രാൻസ്പോർട്ട് കൊളാബറേറ്റീവ്. ഇവിടെ ഒരു പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്യാണ്. അതൊരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആയിരിക്കും. ഒരുപാട് ഡാറ്റ മോഡൽസ് ഒരുമിച്ച് ചേർത്ത് ഇന്ന് മൊബിലിറ്റിയിലുള്ള ഒരുപാട് ഹാർഡ് ചലഞ്ചസ് സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് കരുതുന്നു. Lovely to have you here, sir. Thank you so much. We are delighted. Please, sir. Please take your seat. എന്നാൽ നമുക്ക് ക്ഷണിക്കാം നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ ഐഡിയ ബസിനെ. ഒരു മികച്ച ഐഡിയ ബസ് എന്ന് ആരെയെ വിളിക്കുക? ഒരു സിമ്പിൾ ആയിട്ടുള്ള കാര്യത്തെ സ്പെഷ്യലാക്കി മാറ്റുന്നവരെയല്ലേ? ആരുടെയും ശ്രദ്ധ എത്താത്തിടത്തേക്ക് അവരുടെ ചിന്തകൾ എത്തിച്ചേരും. എല്ലാവരും ശ്രദ്ധിക്കുന്നവയെ പറ്റിയുള്ള കാഴ്ചപ്പാടും അവർ മാറ്റിമറിക്കും. അത്തരത്തിലൊരു കിടിലൻ ഐഡിയ ബസ്സാണ് നമ്മുടെ കൂടെ ഇന്ന് ആദ്യമായി വരുന്നത്. നിറഞ്ഞ കേടികളോടെ സ്വാഗതം ചെയ്യാം ദീപ് വോറയെ. ഹായ് ടൈറ്റൻസ്. ഹായ്, ഞാനിപ്പോ വരാവേ. എന്താ ഈ ചെയ്യുന്നത്? ഞങ്ങളും കൂടെ ഓടേണ്ടി വരുമോ? ഇപ്പൊ വരാവേ. ഇതെവിടേക്കാ? പിച്ച് ചെയ്യാതെ പോവാണോ? ചിലപ്പോ ഇത് തന്നെയായിരിക്കും പിച്ച്. വൗ, യെസ്. ഹായ് ടൈറ്റൻസ്, എൻ്റെ പേര് ദീപ്. ഞാനൊരു മാരത്തൺ റണ്ണറാണ്. എൻ്റെ കരിയറിന്റെ തുടക്കവും ഒരു റേസ് പോലെയായിരുന്നു. വെൽത്ത് മാനേജ്മെന്റ് ട്രാക്കിൽ ഓടി 10 വർഷം കടന്നുപോയി. അപ്പോഴാണ് വീണ്ടും ഞാൻ ഓടണമെന്ന് ഞാൻ റിയലൈസ് ചെയ്തത്. അപ്പോഴാണ് ജോലിയിൽ നിന്ന് ബിസിനസ്സിലേക്ക് സ്വിച്ച് ചെയ്തത്. ടൈറ്റൻസ്, ഇന്നെന്റെ ഭക്ഷണത്തിന്റെ ചോയ്സസ് കുറച്ച് മൈൻഡ്ഫുൾ ആണ്. പക്ഷെ മുൻപ് ഞാൻ അങ്ങനെ ആയിരുന്നില്ല. ഞാൻ സൂറത്തിൽ നിന്നാണ് വരുന്നത്. എപ്പോ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും കഴിക്കുക എന്നത് ഞങ്ങളുടെ DNA-യിലുള്ളതാണ്. ഞാൻ പറയുന്നത് ശരിയല്ലേ പ്രതി? തീർച്ചയായും. അതുകൊണ്ട് എനിക്കത് മനസ്സിലായി തുടങ്ങി. നമ്മുടെ ഭക്ഷണത്തിൽ ആദ്യം ശരിയായ ചോയ്സ് തിരഞ്ഞെടുക്കുന്നത് വളരെ ചാലഞ്ചിങ് ആയ കാര്യമാണ്. പക്ഷേ ഇവിടെ ടീയോ രാവിലത്തെ ടിഫിനോ വൈകുന്നേരത്തെ ചായയോ ഇതെല്ലാം കഴിക്കുന്നതിന് നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇന്ത്യയിൽ ഈ ചാലഞ്ച് കൂടുതൽ ചാലഞ്ചിങ് ആയി തീർന്നിരിക്കുന്നു. ബിക്കോസ് നമ്മുടെ നാട്ടിൽ സ്നാക്കിംഗ് വെറും ഒരു ഹാബിറ്റ് മാത്രമല്ല, ഒരു ഹോബി കൂടി ആയിരിക്കുന്നു. പക്ഷേ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇവിടെ ഹെൽത്തി ആയിരിക്കുന്നത് ടേസ്റ്റി ആയിരിക്കില്ല, ടേസ്റ്റി ആയിരിക്കുന്നത് ഹെൽത്തിയും ആയിരിക്കില്ല. അതുകൊണ്ട് ഇന്ത്യയിലുള്ള ഓരോ ഏജ് ഗ്രൂപ്പിനും ആദ്യമായി ശരിയായ സ്നാക്കിംഗ് ചോയ്സ് തരണമെന്ന് വിചാരിച്ച് ഞാൻ തുടങ്ങിയതാണ് ഹാച്ചി.
വിത്ത് ലവ്. ഹാച്ചി ഒരു ബെറ്റർ ഫോർ യു സ്നാക്ക് ബ്രാൻഡാണ്. അത് നിങ്ങളുടെ ഹെൽത്തി ജേണിയുടെ ആദ്യത്തെ ചുവടുവയ്പായി മാറും. ഞങ്ങളിതിൽ യൂസ് ചെയ്യുന്നത് ശർക്കര, ഡ്രൈ ഫ്രൂട്ട്സ്, സീഡ്സ്, റോൾഡ് ഓട്സ്, പിന്നെ ഫ്രഷ് ഫ്രൂട്ട്സ്, അതായത് ഓറഞ്ച്, പൈനാപ്പിൾ, മാംഗോ, സ്ട്രോബെറി എന്നിവയാണ്. ഓരോ സ്നാക്കും എത്രമാത്രം തോട്ട്ഫുൾ ആയിട്ടാണ് ഞങ്ങൾ ഉണ്ടാക്കിയതെന്നോ. ഇതിലെ ഓരോ ബൈറ്റും സാറ്റിസ്ഫൈങ്ങും ഡെലീഷ്യസും ഫ്ലേവർഫുള്ളും ആയിരിക്കും. അതുകൊണ്ട് ഒരു ബൈറ്റിൽ തൃപ്തിയാവില്ല. ഒരു തരത്തിലുള്ള ഗിൽറ്റും ഇല്ലാതെ എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഹാച്ചിയെ ഒരു സ്നാക്കിംഗ് ബ്രാൻഡാക്കി മാറ്റാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ മിഷന് വേണ്ടി ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് 1 crore in exchange of 10% equity in my company. So Titans, put on your running shoes and let's run this race together. നിങ്ങൾ ഓടിക്കൊണ്ട് തുടങ്ങിയത് വളരെ മികച്ചൊരു പിച്ച് തന്നെയാണ്. ഒരു കാര്യം പറയൂ, നിങ്ങൾ മാരത്തോണിനെ പറ്റി സംസാരിച്ചിരുന്നു, ഫിറ്റ്നസിനെ പറ്റി സംസാരിച്ചു. നിങ്ങൾ ഇതൊക്കെ ഓൾറെഡി ചെയ്യുന്നുണ്ട്. ഇതിന്റെയൊക്കെ കൂടെ സ്റ്റാർട്ടപ്പിനെ പറ്റി എങ്ങനെയാണ് ആലോചിച്ചത്? ആക്ച്വലി പറയുകയാണെങ്കിൽ ഇതിന്റെ മാരത്തൺ ജേണിയിൽ നിന്നാണ് ആരംഭിച്ചത്. അതായത് നമ്മുടെ ഫസ്റ്റ് മാരത്തൺ ട്രെയിനിങ്ങിൽ നമ്മൾ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ഷിഫ്റ്റിലൂടെ ആയിരിക്കും പോകുന്നത്. എനിക്കും അത് തന്നെയാണ് സംഭവിച്ചത്. ആ സമയത്ത് എനിക്ക് വല്ലാത്തൊരു ധൈര്യം ഉണ്ടായിരുന്നു. എന്റെ എല്ലാ പേടിയും എടുത്ത് ഞാൻ ദൂരേക്ക് കളഞ്ഞു. ആൻഡ് ഐ സെഡ് ഐ വിൽ സെറ്റ് ഓഫ് ഓൺ എ ജേർണി വിതൗട്ട് എ പ്ലാൻ. ലെറ്റ്സ് ഗോ ഫോർ ഇറ്റ്. അങ്ങനെയാണ് ഹാച്ചി പതുക്കെ പതുക്കെ സ്റ്റാർട്ട് ചെയ്തത്. ടൈറ്റൻസ്, ഞാനിപ്പോ എന്റെ പ്രോഡക്ട്സ് നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ട് തരും. പ്രതീക് സാർ, നിങ്ങൾ എന്താ കഴിക്കുന്നത്? ഇത്ര ഹെൽത്തി ആയിരിക്കുന്നല്ലോ. ഞാൻ എന്ത് കഴിച്ചാലും ഡൈജസ്റ്റ് ആവും സാർ. താങ്ക് യു. വെരി നൈസ് കളർ. താങ്ക് യു. ക്വൈറ്റ് നൈസ്. നിങ്ങളിപ്പോ കഴിക്കുന്നത് റോസ് ആൽമണ്ട് ആണ്. അതിലുള്ള ഫ്ലേവർ എന്താണെന്ന് വെച്ചാൽ റോസ് വാട്ടറിന്റേതാണ്. പിന്നെ ആ സ്വീറ്റ്നെസ് ശർക്കരയുടേതാണ്. ആൻഡ് പ്രതീക്, നിങ്ങൾക്ക് ഞാൻ തന്നത് ഓറഞ്ച് ആൻഡ് മോക്ക ഫ്ലേവർ ആണ്. നിങ്ങളുടെ കയ്യിലുള്ളത് റോസ് ആണ്. അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്യൂ. നിങ്ങളുടെ കയ്യിലുള്ളത് ഓറഞ്ച് ഹേസൽനട്ട് ആണ്. അതിലുള്ളത് ഫ്രഷ് ഓറഞ്ച് ജ്യൂസ് ആണ്. ഞങ്ങൾ സ്ക്വീസ് ചെയ്താണ് ആഡ് ചെയ്യുന്നത്. അതിൽ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നെസ് ഒന്നും തന്നെ ആഡ് ചെയ്തിട്ടില്ല. സോ ഇപ്പോൾ നിങ്ങൾ എത്രത്തോളം പ്രോഡക്ട്സുകളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? റെസിപ്പീസ് എവിടെ നിന്നാണ് ഓപ്റ്റിമൈസ് ചെയ്തത്? മാനുഫാക്ചറിങ് എവിടെയാണ് ചെയ്യുന്നത്? പ്രോഡക്റ്റ് ഡെവലപ്മെന്റ് നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത്? ആൻഡ് എത്ര നാളായിട്ട് നിങ്ങൾ ചെയ്യുന്നു അതും പറയൂ. ഞാനിത് 2023 ഇൻകോർപ്പറേറ്റ് ചെയ്തു. പ്രോഡക്റ്റിന്റെ റെസിപ്പി നോക്കുകയാണെങ്കിൽ അതിന്റെ പ്രൊഫഷണൽ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ പോലും, അതായത് ഞാൻ കുട്ടിക്കാലം മുതലേ ഫുഡി ആയിരുന്നു. പിന്നെ എനിക്ക് കൺസ്യൂമേഴ്സിന് എന്താ വേണ്ടതെന്ന കാര്യം വളരെ വ്യക്തമായിട്ട് തന്നെ അറിയാം. പിന്നെ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചു. അതിനുശേഷം അടുത്ത സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചപ്പോ ഞാൻ ഗ്രനോള സ്റ്റാർട്ട് ചെയ്തു. പിന്നെ റോസ് ആൽമണ്ട് അത് പെർഫെക്റ്റ് ചെയ്തതിനു ശേഷം പതുക്കെ പതുക്കെ ഞാൻ അടുത്തതിലേക്ക് പോയി. റെസിപ്പിയുടെ SOP എല്ലാം വളരെ ക്ലിയർ ആണ്. ഇപ്പൊ കഴിച്ചാലും ശരി, 4 വർഷം കഴിഞ്ഞ് കഴിച്ചാലും ശരി, ദ ടേസ്റ്റ് വിൽ ബി എക്സാക്ട്ലി ദ സെയിം. മാനുഫാക്ചറിംഗ് ഞങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് സ്വന്തമായി മാനുഫാക്ചറിംഗ് ഫെസിലിറ്റീസും ഉണ്ട്. അവിടെയാണ് ഇത് മാനുഫാക്ചർ ചെയ്യുന്നത്. ഇത് വളരെ ഹെൽത്തി ഓപ്ഷൻ ആണെന്ന് നിങ്ങൾ പറയുന്നുണ്ടായിരുന്നു അല്ലേ? ആൻഡ് ഞാൻ ഇതിന്റെ ലേബിൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കായിരുന്നു. അപ്പോൾ ഞാൻ കണ്ടത് ഇതിൽ 100 ഗ്രാംസിൽ 482 കാലറീസ് ഉണ്ടെന്നാണ്. പിന്നെ ഇതിൽ 100 ഗ്രാംസിൽ 500+ കാലറീസും ഉണ്ട്. ഇത് ഞാൻ മാർക്കറ്റിലുള്ള മറ്റുള്ള ഹെൽത്തി ബ്രാൻഡ്സ് ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ എനിക്ക് 500 കാലറീസ് 100 ഗ്രാംസിൽ കുറച്ച് കൂടുതലാണെന്നാണ് തോന്നുന്നത്. അതെന്തുകൊണ്ടാ? അത് നിങ്ങൾ വളരെ കറക്റ്റ് ആയിട്ടാണ് പറഞ്ഞത്. അതായത് ഇതിൽ 100 ഗ്രാംസിൽ 400 to 500 കാലറീസ് ആണ് ഉള്ളത്. ഏകദേശം 14 ഗ്രാംസ് പ്രോട്ടീൻസും ഉണ്ട്. പക്ഷെ ഒരുപാട് പേര് ഹെൽത്ത് പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാ ബ്രാൻഡിലും പ്രോട്ടീൻസ് ഉണ്ട്, കിനുവ ചിപ്സ് ഉണ്ട്, എന്തൊക്കെയോ ഗട്ട് ഉണ്ട്, ഇമ്മ്യൂണിറ്റി ഉണ്ട്. ഞാൻ അതൊന്നും സോൾവ് ചെയ്തിട്ടില്ല. ഇന്ത്യയുടെ ടേസ്റ്റ് ആണ് ഞാൻ സോൾവ് ചെയ്യുന്നത്. ടേസ്റ്റിനെ കുറിച്ച് പറഞ്ഞല്ലോ, കുറച്ച് ഡേറ്റകൾ തരാൻ പറ്റുമോ? അതായത് മന്ത്ലി നിങ്ങൾക്ക് എത്ര കസ്റ്റമേഴ്സ് ഉണ്ട് ആൻഡ് അതിൽ എത്ര കൺസ്യൂമേഴ്സ് ആണ് നിങ്ങൾക്ക് റിപ്പീറ്റ് ആവുന്നത്? D2Cയിൽ നമുക്ക് 30% റിപ്പീറ്റ് റേറ്റ് ഉണ്ട്. B2Bയിൽ 100% റിപ്പീറ്റ് റേറ്റ് ഉണ്ട്. ആദ്യമായി ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിയവർ റെഗുലർ ആയിട്ട് വാങ്ങുന്നു. നിങ്ങളുടെ D2C ബിസിനസ് എത്രത്തോളം വളർന്നിട്ടുണ്ട്? ലാസ്റ്റ് ഇയർ മൊത്തം 72 lakhs ആണ് ഞങ്ങളുടെ റവന്യൂ ഉണ്ടായിരുന്നത്. അതിൽ ഏകദേശം 50% D2C ആയിരുന്നു, 50% B2B. മാഡം, B2Bയിൽ നിങ്ങളുടെ മാർജിൻ എത്രയാ? B2Bയിൽ ഞങ്ങളുടെ മാർജിൻ ഏകദേശം 25%. പിന്നെ അതർ പാർട്ട് B2Cയിൽ എത്രയാ? ഞങ്ങളുടെ 25% കോക്സ് ആണ്. അതിലൊരു 5% പാക്കേജിങ്ങിന് പോകുന്നു, 1% ഷിപ്പിങ്ങിനായിട്ടും പോകുന്നു. പിന്നെ ഞങ്ങളുടെ ഫിക്സ്ഡ് എക്സ്പെൻസസ് ഏകദേശം 12%.
മാഡം, നിങ്ങളുടെ കൺസ്യൂമർ റിട്ടൻഷൻ റേറ്റ് 30% എന്ന് പറഞ്ഞില്ലേ? നിങ്ങൾക്കൊരു കാര്യം അറിയൂ, ഒരു പുതിയ കസ്റ്റമറെ അക്യൂർ ചെയ്യാനായി കറന്റ് കസ്റ്റമറെ റീറ്റെയിൻ ചെയ്യുന്നതിനേക്കാൾ 10% കൂടുതൽ ചെലവാകും. നിങ്ങൾക്കിത് 30-ൽ നിന്ന് 70 ആക്കാൻ പറ്റിയാൽ 30 to 70 കൺവേർട്ട് ചെയ്യാനായി നിങ്ങളുടെ സ്ട്രാറ്റജി എന്തായിരിക്കും? സർ, ആദ്യമായിട്ട് ഞാൻ പറയാൻ പോകുന്നത് എന്താന്ന് വെച്ചാ, അതായത് ഇതുവരെ ഒരു തരത്തിലുള്ള പെർഫോമൻസ് മാർക്കറ്റിംഗും യാതൊരു മാർക്കറ്റിംഗും ഞാൻ ചെയ്തിട്ടില്ല. അതിനുള്ള റീസൺ എന്താണെന്ന് ഞാൻ പറയാം. അതായത് ഈ ബിസിനസ് ഞാൻ ആരംഭിച്ചപ്പോൾ എനിക്ക് യാതൊരു ബാക്ക്ഗ്രൗണ്ടും ഉണ്ടായിരുന്നില്ല. അതായത് എന്റെ കയ്യിലുള്ള കാശ് വെച്ച് തുടങ്ങേണ്ട അവസ്ഥയായിരുന്നു. അപ്പോ ആ പണം ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഓരോ കാര്യങ്ങളും വളരെ ശ്രദ്ധിച്ചാണ് ചെയ്തത്. സോ ഇപ്പോൾ താങ്കൾ ഞങ്ങളുടെ അടുത്തു നിന്നും പണം റേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ പണം നിങ്ങൾ എവിടെയാണ് യൂസ് ചെയ്യാൻ പോകുന്നത്? ആൻഡ് ബിസിനസ് എങ്ങനെ വളരാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടത് 1 CR ആണ്. അത് ഞങ്ങളുടെ മാർക്കറ്റിംഗ് എക്സ്പെൻസിലാണ് ഉപയോഗിക്കാൻ പോകുന്നത്. അത് അറ്റ്ലീസ്റ്റ് ഒരു 50 lakh rupees ഉണ്ടാകും. അതിനുശേഷം ടീം ബിൽഡിംഗിലും ഹയറിംഗിലും യൂസ് ചെയ്യാൻ ഉപയോഗിക്കും. ബിക്കോസ് ആസ് ഓഫ് നൗ ഞങ്ങൾക്ക് സെയിൽസ് ടീം ഇല്ല. എനിക്ക് ആ സപ്പോർട്ട് ആവശ്യമാണ് ടു എൻഹാൻസ് സെയിൽസ്. പിന്നെ മൂന്നാമത്തെ കാര്യം, അതിലൊരു 20 to 30 lakhs ആകും. 10 ലക്ഷം വെച്ച് ഓപ്പറേഷണൽ കേപ്പബിലിറ്റീസ് ഇൻക്രീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ബാക്കിയുള്ള 10 ലക്ഷം കണ്ടിൻജൻസിക്കായി മാറ്റിവെക്കാം, അല്ലെങ്കിൽ ഓപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് മാർക്കറ്റ് ഡിമാൻഡ് ഇപ്പോൾ തന്നെ ഒന്ന് നോക്കാം. ജനങ്ങൾക്ക് ഇവരുടെ പ്രോഡക്റ്റ് എത്രമാത്രം ആവശ്യമാണെന്ന് നമുക്ക് നോക്കാം. സോ ഓഡിയൻസ്, നിങ്ങൾ ഇവരുടെ പ്രോഡക്റ്റിനെ പറ്റി മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഇവരുടെ ഡിസ്കഷൻ നിങ്ങൾ കേട്ടതാണ്. നിങ്ങളുടെ വോട്ടിംഗ് മീറ്റേഴ്സ് എടുക്കൂ, യെസ് ഓർ നോ ബട്ടൺ അമർത്തിക്കൊണ്ട് പറയൂ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ പ്രോഡക്റ്റിന് എത്രമാത്രം മാർക്കറ്റ് ഡിമാൻഡ് ഉണ്ട്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓഡിയൻസിനും ഇതിന്റെ ആവശ്യമുണ്ട് എന്നാണ് തോന്നുന്നത്. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടി ഒരു ചെറിയ മാർക്കറ്റ് സർവേ ഞങ്ങൾ ഇവിടെ നടത്തിയിരിക്കുകയാണ്. നമ്മുടെ ടൈറ്റൻസിൽ നിന്ന് എന്താണ് വേണ്ടതെന്ന് ഒരു തവണ കൂടി പറയൂ. 1 crore ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ എക്സ്ചേഞ്ച് ഓഫ് 10% ഇക്വിറ്റി. പ്രൊഫസർ സാർ, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? വാട്ട് യു തിങ്ക് അബൌട്ട് ദി ബ്രാൻഡ്? സോ എനിക്ക് 2 കുട്ടികളുണ്ട്, 6 and 11. അവർക്ക് ഇതുപോലുള്ള ഇൻഗ്രീഡിയൻസ് വളരെയധികം ഇഷ്ടമാണ്. ചോക്ലേറ്റ്സ്, അങ്ങനെ പലതും. എനിക്ക് തോന്നുന്നു ഇത് വീട്ടിലേക്ക് കൊണ്ടുപോയാൽ അവർക്ക് വളരെ ഇഷ്ടമാവുമെന്ന്. കൊള്ളാം. സോ മാഡം, ഞാൻ നിങ്ങൾ പറഞ്ഞത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി. 72 lakhs ആണ് നിങ്ങളുടെ സെയിൽസ്. ഞാൻ ഈ വാല്യുവേഷൻ ഒന്ന് ശരിയാക്കാൻ ആഗ്രഹിക്കുന്നു. ആൻഡ് ഐ എം വില്ലിംഗ് ടു ഇൻവെസ്റ്റ്. എന്റെ ഓഫർ ആദ്യം നിങ്ങളൊന്ന് കേൾക്കൂ. നിങ്ങളുടെ 72 lakhs സെയിൽസ് വെച്ച് അത് ഞാൻ 4 times മൾട്ടിപ്ലൈ ചെയ്താൽ പോലും, കാരണം ഈ കാറ്റഗറി വളരെ കോമ്പറ്റേറ്റീവ് ആണ്. അത് ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഞാൻ 72 lakhs മൾട്ടിപ്ലൈ ചെയ്താൽ ഇറ്റ്സ് വെരി റീസണബിൾ. കാരണം ഇതിൽ നിങ്ങൾക്ക് ഒരു ബിസിനസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ല. You are not tracking your customer and you need lot of hand holding. എന്റെ ഓഫർ എന്തായിരിക്കുന്നു വെച്ചാൽ 4 times നോക്കിയാൽ 2.8 വരുന്നു. ഞാനത് 3 crores ആയി റൗണ്ട് അപ്പ് ചെയ്യാം. 30 ലക്ഷം 10%-ന് ഈ വാല്യുവേഷനിൽ. ഐ തിങ്ക് നിങ്ങൾ ഈ ഓഫറിനെ കുറിച്ച് ആലോചിക്കണം. എനിക്കിതിന് നിങ്ങൾക്ക് കൈത്തരാൻ പറ്റില്ല. അതിന് കാരണം ഞാൻ ഇതേ ഐഡിയ ബസിന്റെ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് മറ്റൊരു സ്റ്റാർട്ടപ്പിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആ പ്രോഡക്ട്സും വളരെ സിമിലർ ആണ്. ബട്ട് ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു പ്രിയ. അനുപം സാർ, താങ്കൾ? ഒരുപക്ഷെ താങ്കൾക്ക് സാമ്പത്തിക സഹായം ലഭിക്കുകയാണെങ്കിൽ അദ്ദേഹം താങ്കളെ തീർച്ചയായിട്ടും സഹായിക്കും. ഞാനും തീർച്ചയായിട്ടും സഹായിക്കുന്നതാണ്. ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഇപ്പോൾ എനിക്ക് താല്പര്യമില്ല. താങ്കൾക്ക് കൈതരാൻ പറ്റില്ല. താങ്കളുടെ ഈ സംരംഭം കാണുമ്പോഴും ആൻഡ് നിങ്ങളുടെ ഈ നല്ല പ്രോഡക്റ്റുകൾ കാണുമ്പോഴും ഞാൻ താങ്കളെ സഹായിക്കാൻ എപ്പോഴും തയ്യാറായിരിക്കും. താങ്ക് യു. ഓക്കെ, നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ ഒരു ഓഫറാണുള്ളത്. അത് സന്ദേശ് സാർ നൽകിയതാണ്. അറ്റ് ദ വാല്യുവേഷൻ ഓഫ് 3 crores ആൻഡ് അതിൽ 30 ലക്ഷം രൂപ അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്യും. പക്ഷേ നിങ്ങളുടെ ഈ 3 കോടി അടുത്ത റേസിൽ നമുക്ക് 60 കോടിയാക്കാം. ഐ തിങ്ക് നിങ്ങൾ ഇതിനെക്കുറിച്ച് ആലോചിക്കണം. ഞാൻ ഫോഴ്സ് ചെയ്യില്ല, ഇത് നിങ്ങളുടെ തീരുമാനമാണ്. നിങ്ങൾക്ക് ഓഫറിനെ പറ്റി മനസ്സിലായല്ലോ? യെസ്. ഓക്കെ, എന്നാൽ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്ത് തോന്നുന്നു പറയൂ. ഞാൻ എല്ലാ ബഹുമാനത്തോടെയും പറയുകയാണ്, നിങ്ങൾ എനിക്ക് തന്നിരിക്കുന്ന വാല്യൂഷൻ വളരെ ലോ ആയിട്ട് എനിക്ക് തോന്നുന്നു. വിത്ത് എ പ്രൊജക്റ്റഡ് റവന്യൂ ഓഫ് 2.5 CR. അതിനുവേണ്ടി ഞാൻ ഇത്രയും കാലം വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ അതിനുവേണ്ടി പൈപ്പ് ലൈനും ഉണ്ട്. ഐ എം ഷുവർ ആൻഡ് കോൺഫിഡൻറ്റ് ഞാൻ ഇത് എന്തായാലും അച്ചീവ് ചെയ്തിരിക്കും. ഐ വുഡ് ലൈക്ക് ടു ഗിവ് എ കൗണ്ടർ ഓഫർ. 7.5 CRന്റെ വാല്യൂഷൻ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ വി ക്യാൻ ഡു ഇറ്റ് ഫോർ 75 lakhs for 10%.
അല്ല, എൻ്റെ ഓഫറിൽ ഒരു മാറ്റവും ഉണ്ടാവില്ല. കൂടിപ്പോയാൽ എനിക്ക് 4 കോടി വാല്യൂഷനിൽ ചെയ്യാൻ പറ്റും, അതിൽ കൂടുതൽ പറ്റില്ല. വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട്, എനിക്കിത് ശരിയാകുമെന്ന് തോന്നുന്നില്ല. വി ആർ ഇൻ എ ഗ്രോയിങ് ഫേസ്. ഇത് വർക്ക്ഔട്ട് ആവുമെന്ന് ഐ തോന്നുന്നില്ല. റെസ്പെക്ട് ദ ഡിസിഷൻ. നിങ്ങളുടെ തീരുമാനത്തെ ഞങ്ങൾ ബഹുമാനിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഇവിടേക്ക് വന്നതിന് വളരെയധികം നന്ദി. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ വിഷനിൽ വിജയിക്കണമെന്ന് തന്നെയാണ്. ഫുൾ ഫോക്കസോടുകൂടി അതിനു വേണ്ടി വർക്ക് ചെയ്യുക. ആൻഡ് ഉടനെ തന്നെ ഐഡിയ ബസ് വേദിയിലേക്ക് വീണ്ടും വരണം. താങ്ക് യു ഫോർ ബീങ് സോ ഹിയർ. മച്ച്. താങ്ക് യു. പ്ലീസ്. താങ്ക് യു. ബൈ.